ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് സേമിയ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഡ്രിങ്ക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പൊടി കട്ട കെട്ടാതെ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് 12 ബദാം, ഒരു 12 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്ത് അല്പം പാൽ ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചു കൊണ്ടുവരാം. ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ ഒരു അടി കട്ടിയുള്ളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഒരു 4 ടീസ്പൂൺ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കസ്റ്റാർഡ് പാലിൽ ചേർത്ത് വെച്ചിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി പഞ്ചസാര അലിയുന്നവരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ബദാമും കാഷ്യൂ നട്ട്സും അടിച്ചെടുത്ത കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ മിക്സ് തയ്യാറായിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഏകദേശം ഇതേപോലെ ഇരിക്കണം. 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ഇത് മാറ്റാം. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. 1/2 മുറി ആപ്പിളും ഒരു 10-12 കറുത്ത മുന്തിരിയും കുറച്ച് പോംഗ്രനേറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് ബദാം വിതറി ഗാർണിഷ് ചെയ്ത് കുറച്ചു നേരം തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഈ തണുത്ത ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തു തന്നെ വേറൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.